ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓശാനയായിട്ട് പിച്ചാമ്പൊടിയും കൊഴുക്കട്ടയും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമേ തന്നെ പിച്ചാമ്പൊടി തയ്യാറാക്കാൻ നമ്മൾ അരിപ്പൊടിയിലേക്ക് നല്ല ജീരകവും അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ ഭാഗത്തും അരിപ്പൊടി ജീരകത്തിൻ്റെയും തേങ്ങയുടെയും കൂട്ടെത്താനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിലേക്ക് നമ്മൾ ആവശ്യമായ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത്. നന്നായി തിളച്ചു വന്ന വെള്ളം നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളപ്പിച്ച് പാകമാക്കുകയാണ്. ഈ നന്നായി തിളച്ച വെള്ളം നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നു. ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ആദ്യമേ തന്നെ ഒരു ചട്ടകം ഉപയോഗിച്ചിട്ടാണ് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടാറിയതിനു ശേഷം പതുക്കെ നമുക്ക് കൈകൾ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മുടെ കൈകളിലേക്ക് ഇത് ഓരോ പാകത്തിനുള്ള പൊടി നമ്മുടെ കയ്യിലേക്ക് എടുത്ത് അതൊന്ന് പീച്ചി നമ്മുടെ വിരലിൻ്റെ ഷേപ്പ് അതിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. നമുക്കറിയാലോ പീച്ചാമ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്. അതിന് പ്രത്യേക മെഷീനോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ അത് പീച്ചി എടുത്ത് ഷേപ്പാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് പീച്ചാമ്പൊടി തയ്യാറാക്കാൻ. കൊഴുക്കട്ട മാത്രമായിട്ട് ആരും ഓശാനയ്ക്ക് തയ്യാറാക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷേപ്പാക്കി വെക്കുന്നു. അടുത്തത് കൊഴുക്കട്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മളൊരു ശർക്കര തിളപ്പിച്ചെടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി തയ്യാറാക്കി അത് അരിച്ചെടുത്ത് ഒരു ഉരുളിയിലേക്ക് ഒഴിക്കുന്നു. ഇതിലുള്ള തരിയും മണ്ണും പൊടിയും ഒക്കെ മാറാനാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ചെടുത്ത ആ ഒരു ശർക്കര നീര് നന്നായി തിളപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു. തേങ്ങയുടെ രുചിയാണ്, ഈ ഒരു മിക്സിൻ്റെ രുചിയാണ് കൊഴുക്കട്ടയുടെ രുചി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ തേങ്ങ നല്ലപോലെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ശർക്കര നീര് എല്ലാം വശത്തേക്കും ആകാവുന്ന രീതിയിൽ നല്ല പോലെ തേങ്ങയിലേക്ക് ശർക്കര നീര് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പിടി അരിമണി എടുത്തിട്ട്, സാധാരണ അരിമണി എടുത്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വറുത്തെടുത്ത അരിമണിയെ പൊടിപ്പിച്ച് നമ്മൾ ഇതിലേക്ക് ഈ തേങ്ങ മിക്സിൻ്റെ കൂടെ ഈ പൊടിച്ചെടുത്ത അരിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചതും കുറച്ച് പഞ്ചസാരയുമായി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയും നമ്മൾ ഈ മിക്സിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ശർക്കര നീരെടുത്തു, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അരിമണി വറുത്ത് പൊടിച്ചതും ഏലക്ക പൊടിച്ച മിക്സും നമ്മൾ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഈ ഒരു അരിമണി വറുത്തതിടുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു വറുത്ത രുചി നമുക്ക് ഈ തേങ്ങയ്ക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ആരും മറക്കരുത്. മാത്രമല്ല ശർക്കര നീരും തേങ്ങയും മാത്രമാകുമ്പോൾ ലേശം ഇങ്ങനെ വെള്ളം ഒട്ടി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിനെ കുറച്ച് മാറ്റി നിർത്തുവാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിമണി വറുത്ത് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. കൊഴുക്കട്ടയുടെ മാവ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാം. അടയുടെ മാവ് എങ്ങനെയാണോ നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉപ്പ് ചേർത്ത് തയ്യാറാക്കുന്നത്, അതേപോലെ നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് മാവ്. അതിനുശേഷം ഇങ്ങനെ ഒരു കൊട്ടയുടെ ആകൃതിയിൽ നമ്മൾ മാവിനെ ഷേപ്പാക്കി കൊണ്ടുവരുന്നു. അതിലേക്ക് ആവശ്യത്തിന് ഓരോരുത്തർക്കും എത്രമാത്രം തേങ്ങ ആവശ്യമുണ്ടോ, ഈ തേങ്ങയുടെ രുചിയാണ് കൊഴുക്കട്ടയുടെ രുചി. അതിനനുസരിച്ച് നമ്മൾ തേങ്ങ ഈ ഒരു ബോൾ പോലെ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ വെച്ചതിന് ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് ഒരു ബോളാകൃതിയിൽ നമ്മളത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് കൊഴുക്കട്ട തയ്യാറാക്കാൻ. ഒരു 10 മിനിറ്റ് പോകുന്നത് ഈ തേങ്ങ മിക്സ് തയ്യാറാക്കാൻ മാത്രമായിരിക്കും. ബാക്കിയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് ഷേപ്പ് ചെയ്ത് ബോളിൻ്റെ ആകൃതിയിൽ കുഴച്ചെടുത്ത കൊഴുക്കട്ടകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. നമുക്കറിയാം പിച്ചാമ്പൊടിയും കൊഴുക്കട്ടയും നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വറവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് കൊഴുക്കട്ട വെച്ച് കൊടുക്കുകയാണ്. ശേഷം അത് മൂടി വയ്ക്കുന്നു. 5-10 മിനിറ്റ് നമ്മൾ ആവിയിൽ അത് നല്ല തീയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം നമുക്കത് തുറന്ന് നോക്കിയെടുക്കുമ്പോൾ കൊഴുക്കട്ട തയ്യാറാക്കിയിരിക്കുന്നതായിട്ട് കാണാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഓശാനയ്ക്ക് നമ്മളെല്ലാം വീടുകളിലും തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കൊഴുക്കട്ടയും പിച്ചാമ്പൊടിയും. അപ്പോൾ എല്ലാവരും ഇത് ഓശാനയായിട്ട് തയ്യാറാക്കണം. നമ്മൾ ഓശാന ശനിക്ക് തന്നെ ഇത് തയ്യാറാക്കും. നമ്മളത് ഓശാന ഞായറിലും അത് കഴിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട നല്ല ടേസ്റ്റി ആയിട്ട്, നല്ല സോഫ്റ്റായിട്ട്, നല്ല ടേസ്റ്റിലുള്ള കൊഴുക്കട്ട തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും.